വന്ദനം. മാതാപിതാക്കളെ നേരെ ഒരു അശ്രദ്ധ മൂലം കൊഴിഞ്ഞു പോയ ബാല്യം. ഇതാ ഒരു സംഭവം ശ്രദ്ധിക്കൂ. തുമ്പി ടീച്ചർ ഒന്ന് അച്ഛനുണ്ടല്ലോ വീട്ടിൽ. അച്ഛനോട് ചോദിച്ചു നോക്കാം. അപ്പ ആര് കളിക്കുന്ന തുമ്പി ഒന്ന് പിടിച്ചു തരാൻ. അച്ഛാ അച്ഛാ, എനിക്ക് അപ്പ ആര് കളിക്കുന്ന തുമ്പിയെ ഒന്ന് പിടിച്ചു തരോ? കൊറോണയും കഴിഞ്ഞ് ജോലി കൂലിയിലായിരിക്കുമ്പോഴാ അവിടെ ഒരു തുമ്പി പിടുത്തം പോടിയാണ് മുമ്പില്. അമ്മയുണ്ടല്ലോ വീട്ടിൽ. അമ്മയോട് ചോദിച്ചു നോക്കാം. ആ തുമ്പി ഒന്ന് പിടിച്ചു തരാൻ. അമ്മേ അമ്മേ, എന്റെ പുന്നാരമ്മല്ലേ, എനിക്ക് അപ്പാറി കളിക്കുന്ന തുമ്പിയെ ഒന്ന് പിടിച്ചു തരുമോ? അടുക്കളയിൽ നിന്ന് തരാൻ സമയമില്ല. മൊബൈലിലെ സ്റ്റാറ്റസ് പോലും നോക്കിയിട്ടില്ല. അപ്പളാ അവളുടെ ഒരു തുമ്പി പിടുത്തം. നിനക്കെന്റെ മുമ്പിൽ പോകുന്നത് അല്ലെങ്കിൽ തീക്കൊള്ളിനാ. ഈ വീട്ടില് ആർക്കും ഇഷ്ടല്ല. മോളെ, നീ ആ പൂന്തോട്ടത്തിലേക്ക് ചൊല്ലി അവിടെ എന്നെയും കാത്ത് പൂത്തുമ്പികളിരിപ്പുണ്ടാകും. വേഗം ചൊല്ലി. ഹായ് റോസാപ്പൂ, മല്ലിപ്പൂ, ചെമ്പരത്തി, മുല്ലപ്പൂ, എത്ര പൂക്കളാണ് പൂന്തോട്ടത്തിൽ. ഞാനും ഒരു പൂത്തുമ്പിയായി ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് പൂന്തോട്ടത്തിലൂടെ പാറി കളിക്കാമായിരുന്നു. പഴയ പാത്രം കുപ്പിച്ചില്ലേ തകരപ്പാട്ടായി എടുക്കാനുണ്ടോ? എടുക്കാനുണ്ടോ? இந்த பொண்ணு ரொம்ப அழகா இருக்கு. இங்க வா, இங்க வா, இங்க வா குட்டி. உன் பேர் சொல்லு. ஐயோ, என்ன பிடிக்கல, என்ன பிடிக்கல. ஐயோ അമ്മേ. ഹലോ, ആ മോന്റെ അമ്മയാണ്. ആ ടീച്ചറാണോ? എന്താ ടീച്ചറെ? ആ, വഴക്ക് പറയാറൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടല്ല, വീട്ടിലെ തിരക്ക് കാരണം. ഇനി ഞാൻ ശ്രദ്ധിക്കാം ടീച്ചറെ. മോളെ അമ്മു, അമ്മയുടെ മോൾക്ക് അമ്മ തുമ്പിയെ പിടിച്ചു തരാലോ. പ്രധാന വാർത്തകൾ. 5 വയസ്സുകാരി പെൺകുട്ടിയെ കഴുത്തറുത്ത നിലയിൽ റോഡരികിൽ കണ്ടെത്തി. കുട്ടിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അയ്യോ, അതെന്റെ മോളാ. കലാസ്നേഹികളെ, മാതാപിതാക്കളെ, ഞങ്ങൾ കുട്ടികളാണ്. കുട്ടിത്തം വിട്ടുമാറാത്ത കുട്ടികൾ. കളിയും ചിരിയും കുസൃതികളുമായി നിങ്ങളുടെ ഇടയിൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.